കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മൂവാറ്റുപുഴ ഇ.സി മാർക്കറ്റിലെ ആഴ്ചച്ചന്ത വിപുലീകരിക്കുവാൻ പുതിയ പദ്ധതികൾ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് മാർക്കറ്റ് അധികൃതരുടെ നീക്കം. കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇ.സി മാർക്കറ്റിലെ ആഴ്ചച്ചന്ത വിപുലീകരിക്കാൻ പുതിയ പദ്ധതി ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് മാർക്കറ്റ് അധികൃതരുടെ നീക്കം. ഒപ്പം മാർക്കറ്റിന്റെ പുനർജീവനത്തിനായി മിനി അഗ്രി പാർക്ക് പദ്ധതിയും നടപ്പാക്കാനും നീക്കം ആരംഭിച്ചു. നിലവിൽ ഹോർട്ടികോർപ്പ് വഴിയും മറ്റും വലിയ തോതിൽ പച്ചക്കറി, കപ്പ, ഏത്തയ്ക്ക തുടങ്ങിയവയുടെ മൊത്തവ്യാപാരമാണ് ഇ.സി മാർക്കറ്റിൽ പ്രധാനമായും നടക്കുന്നത്. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾക്ക് ലേലം നടക്കുന്ന ദിവസങ്ങളിൽ നേരിട്ടെത്തി ആവശ്യമായ സാധനങ്ങൾ കുറഞ്ഞ അളവിലും വാങ്ങാം. വലിയ അളവിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത ചെറുകിട കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മികച്ചൊരു വിപണിയായി ഇത് മാറും. പൊതുവിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ഇവിടെ നിന്ന് പച്ചക്കറികൾ ലഭ്യമാക്കും. വരുന്ന ഓണം സീസണ് മുൻപായി ഈ പദ്ധതി പ്രാവർത്തികമാക്കാനാണ് ആലോചന. കഴിഞ്ഞ വർഷം 50ഓളം ടൺ പച്ചക്കറികളാണ് മാർക്കറ്റിൽ വിറ്റഴിച്ചത്. വ്യാപാര രംഗത്തെ ചില ലോബികളുടെ ഇടപെടലുകൾ കാരണം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില ലഭിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. പുതിയ പദ്ധതി വരുന്നതോടെ ഇതിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ മിനി അഗ്രി പാർക്ക് ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾക്കായി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ലഭ്യമാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് കേര സംഘം പ്രതിനിധികൾ മാർക്കറ്റിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഏക്കർ കണക്കിന് ഭൂമിയും ഒട്ടേറെ കെട്ടിടങ്ങളുമുള്ള ഇ.സി മാർക്കറ്റ് നിലവിൽ കാർഷികേതരമായ ആവശ്യങ്ങൾക്കാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇതിനാൽ സാധാരണ കർഷകർക്കോ കാർഷിക മേഖലയ്ക്കോ ഈ മാർക്കറ്റ് കൊണ്ട് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്.